ഇവിടെ രണ്ട് വിഭാഗങ്ങളെയാണ് നമ്മൾ നേരിടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പരസ്യമായി മുന്നണിയാക്കി ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF മത്സരിക്കുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി ഫലപ്രദമായി ഒറ്റക്കെട്ടായി മുന്നണി എന്ന നിലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് വിഭാഗങ്ങളെയാണ് നമ്മൾ നേരിടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പരസ്യമായി മുന്നണിയാക്കി ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF മത്സരിക്കുക. അതുപോലെ BJP മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായി സംഘപരിവാറും രംഗത്ത് നിൽക്കുകയാണ്. ഇവർക്ക് രണ്ടിനുമെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കേരളത്തിന്റെ പൊതുവായ വികസനം ഊന്നി ഫലപ്രദമായ ഒരു പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത്. കേരളത്തെ ക്രിയാത്മകമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ട പദ്ധതികൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു പൊതു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് നിലവിൽ നേടിയിട്ടുള്ള നമ്മുടെ ഓരോരോ നേട്ടവും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനെ പ്രാപ്തമാക്കുക എന്നുള്ള സമീപനത്തിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഇതിനെ സമീപിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ട പാരമ്പര്യമാണ് UDF-നുള്ളത് എന്ന് നമുക്കറിയാം. ജനകീയാസൂത്രണത്തിലൂടെ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. BJP എല്ലാ കാലത്തും ഫെഡറൽ സംവിധാനത്തെ പോലും അംഗീകരിക്കാതെ കേന്ദ്രീകൃത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ശക്തികൾക്കെതിരായ ഫലപ്രദമായ ഒരു വിധിയെഴുത്തായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക.